Meeting is very good. ആദ്യഘട്ട പട്ടിക പ്രഖ്യാപനം ഉടനെ ഉണ്ടായിരിക്കും. ആദ്യഘട്ട പട്ടിക ഉടൻ പ്രതീക്ഷിക്കാം. No time. What happened in the meeting, sir? Is MPs are going to contest election, sir? At the earliest. Sir, kindly brief in English also, sir. Is MPs also going to contest in assembly election? Not finalized. Not finalized. Sorry, sir? Not finalized. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ പുറത്തേക്ക് വരികയായിരുന്നു. KPCC അധ്യക്ഷനോട് നമ്മൾ പ്രതികരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രഖ്യാപനം വന്ന് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു. നാളെ തന്നെ എല്ലാം തീർന്നാൽ നാളെ പറയും, അല്ലെങ്കിൽ അതുകൊണ്ട് നാളെ പറയാം. ബാക്കി ഒക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നാളെ തീരുമാനം പറയാമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അപ്പോഴും ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകളൊക്കെ ലേറ്റായി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വൈകി എന്നുള്ള തരത്തിലുള്ള അതൃപ്തിയൊക്കെ ജോസഫ് വിഭാഗത്തിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണക്കാട് തങ്ങളും അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും, നാളെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ലീഗിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും KPCC അധ്യക്ഷൻ അത് എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇന്നിപ്പോൾ ഈ യോഗത്തിന് ശേഷമുള്ള പ്രതികരണത്തിലും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തുവിട്ടുകൊണ്ട് CPIയും CPIയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസിന് ഇങ്ങനെ ഒരു വൈകലുണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കും, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴായിരിക്കും, ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.